യുദ്ധങ്ങളുടെ കാലഘട്ടമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക കൂടി അതിൽ ഇടപെട്ട ഒരു വിഷയം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് യുദ്ധങ്ങൾ. ഇന്ത്യ, പാകിസ്ഥാൻ, യുക്രൈൻ, തായ്ലൻഡ്. എന്നാണ് സത്യത്തിൽ ഈ കംബോഡിയയ്ക്കും തായ്ലൻഡിനും ഇടയിൽ സംഭവിച്ചത്? ബാക്കി എല്ലായിടത്തും ഉള്ള പോലെ അതിർത്തിയും ഭൂമിയൊക്കെ തന്നെയാണ് പ്രശ്നമെങ്കിലും ഇവിടെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ബാക്കിയാ, വേറെയാ. ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിന്റെ പേരിലാണ് ഇവർ യുദ്ധം നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടുള്ള, ഇന്ത്യ മുതൽ പടിഞ്ഞാറൻ ഏഷ്യ വേറെ, ഇന്ത്യ മുതൽ കിഴക്കോട്ട് കിടക്കുന്ന മുഴുവൻ പ്രദേശം അങ്ങ് ജപ്പാൻ വരെയുള്ളതിനും ഒരു ഹൈന്ദവമായ സനാതനമായ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തങ്ങളായ മതങ്ങളാണുള്ളത്. അവിടെ ഈ പറയുന്ന സെമിറ്റിക് മതങ്ങളുടെ പ്രഭാവം വളരെ കുറവാണ്. അതിൻ്റെ അതിർവരമ്പാണ് ഇന്ത്യ. നമുക്ക് ഏതാണ്ട് ഇറാൻ, ഷിയ, മറ്റേ സുന്നികൾ തുടങ്ങി ഷിയയിൽ വന്ന് അവസാനിക്കുന്ന ഇറാൻ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയാൽ പിന്നെ പാകിസ്ഥാൻ ഒരു ചെറിയ സുന്നി രാജ്യം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് സംസ്കാരം തന്നെ അടിപടലം മാറുക. ഹൈന്ദവ സംസ്കാരം, സനാതനധർമ്മം, ഇതിൻ്റെ മൂല്യങ്ങൾ പിടിക്കുന്ന, അതിൻ്റെ ചൂട് പിടിച്ച് തന്നെ രൂപപ്പെട്ട സിഖുകാർ, ബുദ്ധിസ്റ്റുകൾ, ജൈനന്മാർ, പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇതേ ശൈലി തന്നെ തുടരുന്ന ജപ്പാൻ വരെ നീണ്ടു കിടക്കുന്ന വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും ഹൈന്ദവ മതത്തിൻ്റെ പല ശാഖോപശാഖകളായിട്ട് ഇങ്ങനെ വിരിഞ്ഞു പോകുന്നത് കാണാം. അവിടെയാണ് 1100 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രത്തെ ചൊല്ലിയിട്ട് 800 കിലോമീറ്റർ വിസ്തൃതിയിൽ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശത്തെ ചൊല്ലി കംബോഡിയയും തായ്ലാൻഡും തമ്മിൽ കൊമ്പ് കോർക്കുന്നത്. ഇത് തുടങ്ങിയ ജൂലൈ 24-നാണ്. 32 പേർ കൊല്ലപ്പെട്ടുവെന്നും 150-ലേറെ പേർക്ക് പരിക്കേറ്റുവെന്നും ഇതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ജൂലൈ 27-ലാണ്. നമുക്കറിയാം, കംബോഡിയയിലെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് കംബോഡിയൻ സൈന്യം നിലയുറപ്പിച്ചതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇതിന് ചെറിയ ചരിത്രം കൂടെയുണ്ട്. പ്രസക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ തർക്കം തുടങ്ങുന്നത് എപ്പോഴെന്ന് നോക്കാം. അതായത് ഈ കംബോഡിയയിലെ ഭൂപ്രദേശമായിട്ടുള്ള ഡാങ്ക്രെ പർവ്വതനിരയ്ക്ക് മുകളിലാണ് ഈ ഡാങ്ക്രക് എന്നാണ് ഒരു പ്രത്യേക പ്രൊനൗൺസിയേഷനാണ് ഈ ക്ഷേത്രമുള്ളത്. പ്രീഹ് വിഹാർ, വിഹാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വിഹാരം, അത് സംസ്കൃത പദം തന്നെയാണ്. അത് അവിടെയാണ് ഈ പറയുന്ന പ്രീ വിഹാർ എന്ന് പറയുന്ന ക്ഷേത്രമാണുള്ളത്. കംബോഡിയയിലെ പ്രീ വിഹാർ പ്രവിശ്യയ്ക്കും സിസാക്കറ്റ് എന്ന് പറയുന്ന പ്രവിശ്യയ്ക്കും ഇടയിലുള്ള ഒരു പർവ്വത പ്രദേശമാണ് തർക്കഭൂമി. 1907-ൽ ഫ്രഞ്ച് കോളനിയായിരുന്ന കംബോഡിയയുടെ ഒരു മാപ്പുണ്ട്. ആ മാപ്പിൽ പറയുന്നത് ഈ പ്രദേശം കംബോഡിയയ്ക്കുള്ള ഉള്ളിലുള്ളതാണ്. 1962-ൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് ഈ പറയുന്ന ക്ഷേത്രവും ഇരിക്കുന്ന പ്രദേശം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തായ്ലാൻഡ് എത്തിയതോടുകൂടി തന്നെ കേസ് അതിൻ്റെ വഴിക്ക് നടന്നു. 4.6 കിലോമീറ്റർ മേഖല തങ്ങളുടേതാണെന്നാണ് തായ്ലാൻഡിൻ്റെ അവകാശവാദം. തായ്ലാൻഡിലെ തീവ്ര ദേശീയവാദികളാണ് ഈ അവകാശവാദമൊക്കെ ഉന്നയിച്ചത്. എന്തായാലും കംബോഡിയ ആ സമയത്ത് തന്നെ യുനെസ്കോയുടെ അന്താരാഷ്ട്ര പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തുന്നതിൽ വിജയിച്ചതോടുകൂടി ഒരു ഘട്ടം അങ്ങ് കഴിഞ്ഞു. 2013-ൽ ക്ഷേത്രം ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞു ഈ പറയുന്ന ക്ഷേത്രം കംബോഡിയയുടെ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ സൈനിക രഹിത മേഖലയായിട്ട് തുടരണമെന്നും ICJ പറഞ്ഞു. ഇത് പറഞ്ഞതോടുകൂടി വലിയ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ ഉടലെടുത്തു, വാഗ്വാദങ്ങളുണ്ടായി, രണ്ട് രാജ്യങ്ങൾ തമ്മിലൊക്കെ തർക്കമായി. പക്ഷേ ജൂലൈ 24-ന് അവിടെ സൈന്യത്തിൻ്റെ ഒരു വലിയ സന്നാഹത്തെ ഈ പറയുന്നത് 2013-ലാണ് വിധി വരുന്നത്. ഏതാണ്ട് 14-15 വർഷത്തിന് ശേഷം, 13 വർഷത്തോളം ശേഷം ഈ പറയുന്ന കംബോഡിയ 12-13 വർഷത്തിന് ശേഷം കംബോഡിയ അവിടെ ഈ സൈന്യത്തിനെ അയച്ചു. വലിയ സൈന്യം അവിടെ ചെന്ന് നിലയുറപ്പിച്ചതോടുകൂടി അവർ ഈ തായ്ലാൻഡിന് നേരെ വെടിവെച്ചു എന്നാണ് പറയുന്നത്. തായ്ലാൻഡ് പ്രത്യാക്രമണം നടത്തി, റോക്കറ്റ് ആക്രമണമാണ് നടത്തിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കറ്റ് ആക്രമണം നടത്തി, വെടിവയ്പുണ്ടായി, 32 പേര് മരിച്ചു, 150 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും AD 9-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം പ്രധാനമാണ്. 11-ാം നൂറ്റാണ്ടിൽ ഖമർ രാജവംശത്തിലെ സൂര്യവർമ്മൻ 1-ാമൻ ഈ ക്ഷേത്രം പണിയുന്നു. അതായത് ഇതിൻ്റെ ക്ഷേത്രത്തിനെ പുതിയൊരു മാനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സൂര്യവർമ്മൻ 2-ാമൻ ഇതിനെ വികസിപ്പിക്കുന്നു. അപ്പോൾ ഈ രണ്ട് രാജവംശവും ഖമർ രാജവംശം തന്നെയാണ്, അതിൻ്റെ പിന്മുറക്കാരാണ്. ഖമർ വാസ്തുവിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മളുടെ വാസ്തുശൈലികളൊക്കെ നമുക്കറിയാമല്ലോ. ആ വാസ്തുശൈലികൾ പോലെ അവരുടെ ഒരു വാസ്തുശൈലിയാണിത്. വാസ്തുവിദ്യ ഉപയോഗിച്ച് അതിഗംഭീരമായ രീതിയിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നു. പ്രധാന ആരാധനാലയമായിട്ടുള്ള പ്രസാദ് താ മുയുൻ തോം എന്ന് പറയുന്ന
പ്രധാന ബിൽഡിങ് മണലിൻ്റെ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രം വെറും ക്ഷേത്രമായിരുന്നില്ല. ക്ഷേത്രം ഒരു സാംസ്കാരിക കേന്ദ്രവും വിജ്ഞാന കൈമാറ്റത്തിൻ്റെ മേഖലയുമൊക്കെ ആയിരുന്നു. അവിടെ വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. വലിയ ലൈബ്രറി ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിക്കുകയും ആ ക്ഷേത്രത്തിൽ വിജ്ഞാന കൈമാറ്റം നടക്കുകയും പാഠശാലകൾ പ്രവർത്തിക്കുകയും ആൾക്കാർക്ക് അറിവ് പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ ഈ പറയുന്ന നമുക്ക് ഇതിൻ്റെ സംസ്കാരത്തെ പറ്റിയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിസ്റ്റ് ഹൈന്ദവ സംസ്കാരങ്ങൾ ഇടകലർന്ന് അതിൻ്റെ ഒരു രണ്ടും കൂടെ ഈ പറയുന്ന പർവ്വതങ്ങൾക്ക് മുകളിലാണ് വിഹാരങ്ങൾ നിർമ്മിക്കുക. അങ്ങനെ എല്ലാ വിശ്വാസികൾക്കും നമുക്കറിയാമല്ലോ, ഹിമാലയം, കൈലാസം, ബദ്രീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഹൈന്ദവമായിട്ടുള്ള ആചാരങ്ങളിൽ ഈ ബൗദ്ധ സ്വാധീനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ തന്നെയാണ്. അങ്ങനെ തുടർന്ന് പോകുന്നതാണ്. അപ്പോൾ പർവ്വത ശിഖരങ്ങളിലാണ് ഇവർ ഈ പറയുന്ന ആരാധനാലയങ്ങൾ നിർമ്മിച്ചത്. ബൗദ്ധ സ്വാധീനത്തിൻ്റെ ഫലമായിരുന്നു. അപ്പോൾ അവിടെ ലൈബ്രറി, വിശാലമായ ലൈബ്രറി, നമുക്കറിയാമല്ലോ സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അനന്തമായ വിജ്ഞാനത്തിൻ്റെ കേദാരങ്ങളാണ്. ആ പറയുന്ന വിജ്ഞാന കൈമാറ്റവും അവിടെ നടന്നിരുന്നു. വിശാലമായ ലൈബ്രറി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആയുർവേദ സംബന്ധിയായ ഒരു ആശുപത്രിയും പ്രവർത്തിച്ചിരുന്നു. വലിയ തോതിൽ രോഗശമനത്തിനുള്ള അറിവും അവിടെ പകർന്നു കൊടുത്തിരുന്നു. വലിയ രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുക, മാറാരോഗങ്ങൾ പോലും മാറ്റിക്കൊടുക്കുക. ഭഗവാന്റെ കാലസ്വരൂപനായ കാലഭൈരവന്റെ വാസസ്ഥലമായ ക്ഷേത്രത്തിനകത്ത് നിന്ന് ഈ പറയുന്ന വിജ്ഞാനവും തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. അതെ, ഉള്ളിലുള്ളതാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റും ഇങ്ങനെ വലിയൊരു പ്രദേശം. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിസ്സാര സ്ഥലമല്ല. അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ തന്നെ മനോഹരമായിട്ട് അത് കാണാൻ കഴിയും. വലിയ വിശാലമായ ഒരു നിർമ്മിതി. ആ നിർമ്മിതിയിൽ നിന്ന് ഭക്തിയും ആത്മീയ ദർശനങ്ങളും എല്ലാം പകർന്നു തരുന്ന പ്രപഞ്ചത്തിൻ്റെ ഉണർവിൻ്റെ, പ്രപഞ്ചം ഉരുവായി വന്നതിൻ്റെ ആധാരശിലയാണ് ശിവലിംഗം എന്ന് പറയുന്നത്. അതാണ് ഭഗവാൻ ശിവനിൽ നിന്ന് നമുക്ക് പ്രകടമാകുന്നത്. അതേ ശിവൻ തന്നെ സംഹാരരുദ്രനായി നിൽക്കുന്ന കാലഭൈരവനായിട്ടുള്ള കാലനായ കാലസ്വരൂപനായിട്ട് നിൽക്കുന്ന ഭഗവാനെയും നമുക്കവിടെ ദർശിക്കാൻ പറ്റും. അങ്ങനെ അനന്തമായിട്ടുള്ള ഈ വിജ്ഞാനം, ആത്മീയ അവബോധം, ആത്മബോധം, സച്ചിദാനന്ദ വിഗ്രഹം, ആ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ കണ്ട് ഈ പറയുന്ന പൂർണ്ണപ്രാപ്തിയിലേക്ക് മനുഷ്യൻ എത്തുന്ന ആ ആത്മീയ നിർവൃതി കൊള്ളുമ്പോൾ ഇരുവശത്തു നിന്നും, ഒരു വശത്ത് ലൈബ്രറി, അതീവമായ അക്ഷയപാത്രമായിട്ടുള്ള അറിവിൻ്റെ നിറകുടമാകുന്ന ലൈബ്രറി, ഒരു വായനശാലയും, മറുവശത്ത് ആരോഗ്യത്തിന് കായശുദ്ധി വരുത്തുന്നവനാണ് സിദ്ധൻ, കായശുദ്ധി വരുത്തിയവനാണ് സിദ്ധൻ എന്ന് പറയും. അപ്പോൾ ആ സിദ്ധി നേടാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഒരു ആതുരാലയം അല്ലെങ്കിൽ രോഗശമനത്തിനുള്ള ഒരു ഇടവും കൂടി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായ മനുഷ്യൻ്റെ എല്ലാ വികാസത്തിനും പ്രാപ്തമാകുന്ന ഒരു ശിവാലയമാണ് ഈ തർക്കഭൂമി എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം. പിന്നെ ഈ ലൈബ്രറിയും ക്ഷേത്രവും ഈ പറയുന്ന ആശുപത്രിയും എല്ലാം തന്നെ നിലനിൽക്കുന്നെങ്കിലും ഇത് പിന്നെയും തകർച്ചയുടെ വക്കിലായിരുന്നു. അങ്ങനെ 2018 ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ കംബോഡിയയുമായിട്ടൊരു ധാരണാപത്രം ഒപ്പിട്ടു. ആ ധാരണ ഇതിൻ്റെ പുനരുദ്ധാരണത്തിനും അതിൻ്റെ നവീകരണത്തിനും അതിൻ്റെ പൂർണ്ണതോതിൽ വീണ്ടെടുത്ത് ഇതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെയും രോഗശമനത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് കംബോഡിയൻ സർക്കാരുമായിട്ട് കൈകോർത്തിരുന്നു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു പ്രവൃത്തി പദത്തിലേക്ക് അത് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. അത് പൂർണ്ണമായും പുനരുദ്ധരിക്കാനായിട്ടില്ല. അവിടെയാണ് തായ്ലാൻഡും ഈ പറയുന്ന കംബോഡിയയും തമ്മിൽ ഈ ക്ഷേത്രം സ്വന്തമാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം നടക്കുന്നത്. വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടെയാണ്. ഇന്ന് പുരാവസ്തു ഈ പറയുന്ന പുരാഗവേഷകരൊക്കെ തന്നെ വന്നെത്തുകയും ഈ പറയുന്ന വിനോദസഞ്ചാരികൾ എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ പ്രദേശം കൂടിയാണ്. അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഇടം കൂടിയായ ഈ മേഖല ഇന്ന് രക്തരൂക്ഷിതമായ ഒരു യുദ്ധത്തിൻ്റെ കളമായിരിക്കുന്നത് ഏറെ ദുഃഖകരമാണെങ്കിലും ഇതിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറെ ആവശ്യമുള്ള കാര്യമാണ്. ഇന്ത്യയുമായി ഇഴവരിയാത്ത ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട്. നമുക്കറിയാം, കംബോഡിയയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അങ്കോർ വാട്ട്, അത് ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രമായിരുന്നു. ഇപ്പോൾ ബൗദ്ധ ക്ഷേത്രമാണ്, ബുദ്ധന്മാരാണ് അവിടെ ഉള്ളത്. എങ്കിലും അത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ്. അത് വിഷ്ണുവാണ്, ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ഒരു ക്ഷേത്രമാണത്. അങ്ങനെ കംബോഡിയ എന്ന് പറയുന്നത് വലിയ ഹൈന്ദവ പാരമ്പര്യം പേറുന്ന ഒരു രാജ്യം കൂടിയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ലോകം ഇൻ്റർനെറ്റിൽ തിരയുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഹൈന്ദവതയുടെ വ്യാപ്തി അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടി ഈ ഒരു അവസരം സഹായിക്കുന്നുണ്ട്. യുദ്ധം വേഗം സമാധാനത്തിലേക്ക് വരട്ടെ എന്നുകൂടി പ്രത്യാശിക്കാം.